ഹലോ, ഇന്ന് എല്ലാവരെയും കൊതിപ്പിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞാൻ ചക്ക പായസമാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ ചക്ക വരട്ടി വെച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾ ചക്ക കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയില്ലേ, അതേപോലെ തന്നെ ചക്ക വരട്ടി വെച്ചത് എടുത്തിട്ട് പായസം ഉണ്ടാക്കാൻ വിചാരിച്ചു. മക്കളൊക്കെ ഉണ്ടായിരുന്നു, ഒരു ദിവസം ഒഴിവുള്ള ദിവസമായിരുന്നു. അപ്പോൾ അവർക്ക് കൗശിക്കൊക്കെ നല്ല ഇഷ്ടമാണ് ചക്ക പായസം. അപ്പം അതിങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. വരട്ടി വെച്ചത് എടുത്തിട്ട് അതിൽ ശർക്കരയും നെയ്യും ഒക്കെ നല്ല ഇട്ടിട്ട് വരട്ടി വെച്ചതാണ്. അതുകൊണ്ട് കേട് വരില്ല, ഒരുപാട് കാലം അങ്ങനെ കേട് വരാതിരിക്കുക. അപ്പം കുറച്ച് ശർക്കരയും എടുത്ത് ഉരുക്കി നല്ലോണം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കട്ടിയായിട്ടല്ലേ അത് രണ്ടാം പാൽ എടുത്തിട്ട് അതിൽ വേവിച്ച് കുറച്ച് നല്ലോണം ഇതാക്കിയിട്ട് വേവിച്ചെടുത്തു. രണ്ടാം പാൽ ഒഴിച്ചിട്ട് അങ്ങനെ ലൂസാക്കിയെടുത്ത് കുറച്ച് ശർക്കരേൻ്റെ കുറവുണ്ടായിരുന്നു, ശർക്കരയും ഒഴിച്ചു കൊടുത്തു. അങ്ങനെ കുറച്ച് കുറുക്കിയെടുത്തു. ഒന്നാം പാലെടുത്ത് വെച്ചത് അത് കുറുകി വന്നപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഓഫ് ചെയ്തു. ഇനി തിളയ്ക്കേണ്ട കേട്ടോ. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് വേറൊരു പാൻ വെച്ച് തേങ്ങാക്കൊത്ത് വറുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അത് പായസത്തേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ആവശ്യമില്ല, നമുക്ക് കുടിക്കുക എടുത്തിട്ട്. ചക്കക്കാലം ആകുമ്പോൾ ഒരുപാട് ചക്ക കേടെന്നൊക്കെ പോകുമല്ലോ, അപ്പം നമുക്ക് എടുത്ത് വരട്ടി വെച്ചാൽ മതി. അപ്പോൾ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, കുറേ കാലം എടുത്ത് വയ്ക്കാൻ പറ്റും. നെയ്യൊക്കെ ചേർത്തിട്ട് ശർക്കരയൊക്കെ കൂട്ടിയിട്ട് വരട്ടി വെച്ചാൽ മതി. കൗശി സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.